ഹായ് കൂട്ടുകാരെ, നമ്മുടെ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാലേ കാന്താരി മുളക് പറിക്കാൻ പോകുന്ന പോക്കാന്ന്. പക്ഷേ ഇന്ന് വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് 1000 കൂട്ടുകാർ തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നമുക്ക് മുളകൊക്കെ പറിച്ചെടുക്കാം. വേണ്ട, ഇന്ന് എനിക്ക് 2 പേരും കൂടി കൂട്ടുന്നുണ്ട് മുളക് പറിക്കാനായിട്ട്. വെള്ള കാന്താരിയിലെ മുളകൊക്കെ കഴിഞ്ഞു, നമ്മൾ വയലറ്റ് കാന്താരിയിൽ മുളക് പറിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഇങ്ങനെയൊന്നും പറയാറില്ല ഞാൻ. അതുകൊണ്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കല്ലേ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം. അങ്ങനെ നമുക്ക് ഇനിയും കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവരും ഇങ്ങനെ 1 ലക്ഷമായി 2 ലക്ഷമായി അല്ലെ 10 ലക്ഷമായി എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കുക, പായസം വെക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കും അതുപോലെയൊക്കെ ആവണ്ടേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക, വലിയ വീഡിയോകളൊന്നും ഇടാനൊന്നും എനിക്കറിയില്ല. വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. ഞാൻ സ്വന്തമായിട്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത്, ഒരു കൈ കൊണ്ട് മുളക് പറിച്ച്, ഒരു കൈ കൊണ്ട് പാചകം ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത്രയും എത്തിയത്. അപ്പോൾ പെൺപിള്ളേരുടെ സൗണ്ട് അടുക്കളയിൽ നിന്ന് സിറ്റ് ഔട്ടല്ലേ ഇപ്പോൾ, പണ്ട് നീളം വരാന്തയായിരുന്നു. വരാന്തയിലേക്ക് എത്താൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച് വളർത്തിയ ഒരച്ഛൻ്റെ മോളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ സൗണ്ട് ലോകം മുഴുവൻ കേട്ടോട്ടെ എന്ന് പറയുന്ന ഒരാൾ ആണ് എൻ്റെ ജീവിത പങ്കാളി. അതുപോലെ തന്നെ മോനാണ് ചാനൽ തുടങ്ങി തന്നത്. എഡിറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് അഞ്ചുകുട്ടിയാണ്. അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാർ വേണം എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പം എല്ലാവരോടും ഞാൻ പറയുകയാണ് ഒന്നും കൂടി. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അതിലപ്പുറം വലിയ വലിയ വീഡിയോകളൊന്നും എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും എനിക്കറിയില്ല. ഞാൻ പോകുന്ന കുഞ്ഞു കുഞ്ഞു യാത്രകളും ഞങ്ങളുടെ അമ്പലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുഞ്ഞി കാന്താരി തൈയൊക്കെ നട്ട് കുറേ മുളകൊക്കെ പറിക്കാനുള്ള പ്രചോദനമൊക്കെ എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ ആവാനുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളാട്ടോ ഞാനിടുന്നത്.